الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. ആദരണീയരായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ ഒരു സദസ്സിന്റെ ഏറ്റവും വിശിഷ്ടമായ ഈ സദസ്സിൽ വെച്ച് സന്നദ്ധ ഏറ്റുവാങ്ങുന്ന ഹാഫിളത്തുകളായ പ്രിയപ്പെട്ട മക്കളെ, പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ മലായികത്തുകളുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഈ ഒരു സദസ്സിനെ അല്ലാഹു എല്ലാവിധത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനിന്റെ വചനങ്ങൾ, അതായത് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അത് വന്നു വീഴുന്നതെങ്കിൽ തകർന്ന് തരിപ്പണമാകാൻ പോലും വീര്യമുള്ള ഖുർആനിക ആയത്തുകൾ. അതുപോലെ തന്നെ അത് പാരായണം ചെയ്യുന്ന മനുഷ്യ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളുന്ന മനുഷ്യ ഹൃദയങ്ങളായി മാറുന്ന ഖുർആനിന്റെ വചനങ്ങൾ എല്ലാ മനുഷ്യർക്കും അവരുടെ ഹൃദയായ, അവരുടെ ഫുർഖാനായ, അവരുടെ ബൈനാത്തായ, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഗ്രഹമായ, അവർക്ക് ശിഫയായ, സമാധാനപരമായ വചനങ്ങൾ അടങ്ങിയ അല്ലാഹുവിന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ, മനഃപ്പാഠമാക്കുവാൻ അല്ലാഹു പ്രത്യേകമായി അനുഗ്രഹം നൽകിയ പ്രിയപ്പെട്ട മക്കളെ ആദരിക്കുന്ന ഈ ഒരു സദസ്സിനെ പടച്ച തമ്പുരാൻ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും മഹനീയമായ വചനങ്ങളെ തന്റെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുവാൻ കരുത്തരായ, അല്ലെങ്കിൽ ആ പ്രാപ്തിയും ആ യോഗ്യതയും നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവന്റെ റസൂലിലൂടെ ഒരുപാട് ഭൗതികമായ പ്രതിഫലങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു സദസ്സിനെ ഇമാമ് നൽകുവാൻ ഏറ്റവും അർഹരായ ആളുകളെന്നും ഈ ഭൗതിക ലോകത്ത് ആർക്കൊക്കെ വിശിഷ്ടമായ അല്ലെങ്കിൽ വിശേഷമായ പദവി നൽകണമെങ്കിൽ അത് ഖുർആൻ മനഃപ്പാഠമാക്കിയവരായ ആൾക്കാർക്കാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒരു കൂട്ടം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം ഖബറിലേക്ക് എടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്ക് ആയിരിക്കും എന്ന് പഠിപ്പിച്ച ആ വിശിഷ്ടമായ മഹനീയമായ പദവികൾക്ക് അർഹരായവരെ കുറിച്ച് ഒരുപക്ഷെ അവർക്ക് ആശംസകളും പ്രാർത്ഥനകളും നമ്മൾ അങ്ങോട്ട് പറയുന്നതിനേക്കാളും അവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയം വിനിയോഗിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ ഹിഫ്ളാക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള, ഒരുപാട് പദവികൾ നൽകുന്ന ഒരു വിശിഷ്ടമായ ഒരു സംഗതിയാണ്. അത് എല്ലാവർക്കും പറ്റാവുന്ന ഒരു സംഗതിയുമല്ല എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. അതിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഗൗരവം കുറച്ചുകൂടി ഉയർന്നതാണ് എന്ന് ബോധ്യമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. വാദിനൂരിലെ ഈ പെൺകുട്ടികളെ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കാണുകയും അവരോട് സംവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് ഞാൻ ഉമ്മയിലൂടെ, മാതാവിലൂടെ, മാതാവിനെ ചേർത്ത് പിടിക്കലിലൂടെ നിങ്ങൾ സ്വർഗം കരസ്ഥമാക്കണം എന്ന രൂപത്തിലായിരുന്നു അവരോട് സംവദിച്ചത്. ഇന്ന് ബഷീർ സാഹിബിന്റെ ഒക്കെ സംസാരം കേട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല മക്കൾ ഉമ്മാർക്കും ഉപ്പാർക്കും സ്വർഗം വാങ്ങി കൊടുക്കുന്നതും, അതുപോലെ തന്നെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വലിയ മഹനീയമായ കിരീടത്തിന് അർഹരാകുന്നവരായി അവരുടെ രക്ഷിതാക്കളെ അവർ ഉയർത്തുമെന്നും പറഞ്ഞ ആ പ്രത്യേകമായ മക്കളോടാണല്ലോ ഞാൻ സംവദിച്ചത് എന്ന് ഇപ്പോൾ ഓർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മക്കളെ ഈ ലോകത്തും നാളെ പരലോകത്തും ഏറ്റവും വിശിഷ്ടമായി തന്നെ സ്വീകരിക്കുമാറാകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഖുർആൻ സൂക്ഷിക്കുക എന്നതിൽ
നമ്മുടെ ആദ്യകാല ചരിത്രം പഠിക്കുമ്പോൾ ഖുർആനിന്റെ സൂക്ഷിപ്പുകാരിയായിക്കൊണ്ട് നമ്മൾ പഠിച്ച ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പിന്തുടർച്ചക്കാരാണ് ഇവർ. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഖുർആനിനെ സൂക്ഷിപ്പുകാരിയായി വിശേഷിപ്പിക്കപ്പെട്ട ഹഫ്സ റളിയല്ലാഹു അൻഹ ഓരോ വീടകങ്ങളും കയറി ഇറങ്ങിക്കൊണ്ട് തന്റെ ഖുർആനിനെ ആളുകളിലേക്ക് പകർന്നു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഈ ഖുർആനിനെ വ്യത്യസ്തമാക്കിയ മനഃപ്പാഠമാക്കിക്കൊണ്ട് ഈ ലോകത്തും നാളെ പരലോകത്തും ഏറ്റവും വിശിഷ്ടമായ പദവിക്ക് അർഹരാകാൻ പോകുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത്, ഈ പഠനം എന്നുള്ളത് ഈ ലോകത്തിന്റെ വെളിച്ചമായിക്കൊണ്ടും നാളെ പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗമായിക്കൊണ്ടും നിങ്ങൾക്ക് അത് ആ രൂപത്തിൽ തന്നെ ലഭിക്കാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരികയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂടുകയും ചെയ്യുമാറാവട്ടെ. ഇവിടെ ഇന്ന് വാദിനൂറിൽ നിന്നും ആഫത്തുകളായ എല്ലാ മക്കൾക്കും അല്ലാഹു ഏറ്റവും വലിയ അർഹമായ ഏറ്റവും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.